ഇറാന് വൻ തിരിച്ചടി. വിമാനവാഹിനി കപ്പലോളം വലിപ്പമുള്ള ഡ്രോൺ കാരിയർ കപ്പൽ തകർത്ത് US. സമ്പൂർണ്ണ വിനാശം. ഭീഷണിക്ക് പിന്നാലെ നടക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ നാവികസേനയുടെ കരുത്തായ ഡ്രോൺ കാരിയർ കപ്പൽ തകർത്ത് അമേരിക്കൻ സൈന്യം. വിമാനവാഹിനി കപ്പലുകളോളം വലിപ്പമുള്ള ഇറാന്റെ ഡ്രോൺ കാരിയർ കപ്പലാണ് US സൈന്യം തകർത്തത്. കപ്പലിൽ നിന്നും പുക ഉയരുന്നതിന്റെയും സ്ഫോടനത്തിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡ്രോൺ കാരിയർ കപ്പൽ നശിപ്പിച്ചതോടെ ഇറാന്റെ നാവിക ശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നാണ് അമേരിക്കയുടെ വാദം. എപ്പിക് ഫ്യൂരി എന്ന പേരിൽ ഇറാനിയൻ നാവികസേനയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം തുടരുന്നതിനിടെയാണ് വ്യാഴാഴ്ച US സൈന്യം ഡ്രോൺ കാരിയർ കപ്പൽ ആക്രമിച്ച് തീയിട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഒരു വിമാനവാഹിനി കപ്പലിന്റെ വലിപ്പമുള്ള ഡ്രോൺ കാരിയർ ഞങ്ങൾ തകർത്തുവെന്നാണ് US സെൻട്രൽ കമാൻഡ് എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഭരണകൂടമാറ്റം ലക്ഷ്യമിട്ട് ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന സംയുക്ത സൈനിക നീക്കങ്ങൾ ഇറാന്റെ പ്രതിരോധ മേഖലയെ ആകെ തകർത്തിരിക്കുകയാണ്. സംഘർഷം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും ഇറാനിയൻ സൈന്യത്തിനുമെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങാൻ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം മരണം ഉറപ്പായിരിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിലെയും പോലീസിലെയും സൈന്യത്തിലെയും എല്ലാ അംഗങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വയ്ക്കുക. ഇപ്പോൾ കീഴടങ്ങുന്നവർക്ക് ഞങ്ങൾ പൂർണ്ണമായ സുരക്ഷയും നിയമപരിരക്ഷയും ഉറപ്പു നൽകുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പ് അവഗണിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്നത് സമ്പൂർണ്ണ വിനാശമായിരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇറാനിയൻ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളാനും രാജ്യം തിരിച്ചുപിടിക്കാനും സൈനികർക്ക് ലഭിക്കുന്ന അവസാന അവസരമാണിതെന്നും ട്രംപ് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ഇറാനിയൻ നയതന്ത്രജ്ഞരോട് പദവികൾ ഉപേക്ഷിച്ച് ശരിയായ പക്ഷത്ത് ചേരാനും ട്രംപ് ആവശ്യപ്പെട്ടു. സൈനികർക്ക് നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാനിയൻ നാവികസേനയ്ക്കുണ്ടായ വൻ തകർച്ചയുടെ ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടത്. ഇറാനിയൻ നാവികസേനയ്ക്കെതിരായ സൈനിക ആക്രമണങ്ങൾ US ശക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ ഏകദേശം 30-ലധികം ഇറാനിയൻ യുദ്ധക്കപ്പലുകൾ US സൈന്യം മുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ടെഹ്റാനുമായി തുടർന്ന ശത്രുതയ്ക്കിടെ ഇറാൻ നാവികസേനയ്ക്കെതിരെ US സൈനിക ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ അഡ്മിറൽ ബ്രാൻഡ് കൂപ്പറിന്റെ അഭിപ്രായത്തിൽ 30-ലധികം ഇറാനിയൻ യുദ്ധക്കപ്പലുകൾ മുങ്ങുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലാണ് ഈ സംഭവം. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരായി യുദ്ധം ശക്തമാക്കുകയും രാജ്യത്തിനുള്ളിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ പ്രതികാരം ചെയ്യുന്നത് തുടരുകയാണ്. ബുധനാഴ്ച 180 നാവിക ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ചിരുന്ന ഇറാനിയൻ ഫ്രിഗേറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു US അന്തർവാഹിനി ആക്രമിച്ചു മുക്കി. അതിൽ 87 പേർ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സമ്മാന കപ്പൽ ആയിരുന്നുവെന്നും വാഷിംഗ്ടണിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഒരു ശത്രു കപ്പലിനെ ടോർപിഡോ മൂലം മുക്കുന്ന ആദ്യ സംഭവമായിരുന്നു അതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.